വീണ്ടും വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ച ED ഇന്നു തന്നെ ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു. ഇന്നലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അവസാനിച്ചത്. എക്സാലോജിക്ക് CMRL ഇടപാടുകളുടെ രേഖകൾ ജീവനക്കാർ ഹാജരാക്കി. AT അശ്വതിയുണ്ട് വിശദാംശങ്ങളുമായി. അശ്വതി, ശശിധരൻ കർത്തയോട് ഇന്ന് എപ്പോൾ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം ഹാജരാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ ജീവനക്കാരുടെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായി നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ലിബേഷ്, ശശിധരൻ കർത്തയോട് ഇന്ന് രാവിലെ 10:00 കൂടി ഹാജരാകാനാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇതുവരെ അദ്ദേഹം ഹാജരായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഹാജരാകാത്തതിന് കാരണം ആരോഗ്യ പ്രശ്നങ്ങളായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒരു പക്ഷേ ഇന്നും അത് തന്നെ ചൂണ്ടിക്കാണിക്കാനാണ്, അത്തരത്തിലുള്ള ഒരു കാരണം ED അറിയിക്കാനാണ് സാധ്യത. ഇനി അദ്ദേഹം ഹാജരാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇത്രയും സമയമായിട്ടും അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. മാത്രമല്ല ഇന്നലെ ED ഈ CMRL ഉദ്യോഗസ്ഥർ, അത് മുതിർന്ന ഉദ്യോഗസ്ഥരാണ് 3 പേരും. 3 പേരെയും ചോദ്യം ചെയ്തത് ഏകദേശം ഒരു ദിവസത്തോളമാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ചില മൊഴികളും അതുപോലെ തന്നെ വിശദാംശങ്ങളും അവരിൽ നിന്ന് ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ SFI അന്വേഷണത്തിന്റെ സമയത്തും ഇതേ ഉദ്യോഗസ്ഥർ തന്നെ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കൈമാറിയിരുന്നു. അതേ ഉദ്യോഗസ്ഥരാണ് ഇന്ന് EDക്ക് മുന്നിലും ഹാജരായി ഈ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. CMRL ജീവനക്കാരനായ കമ്പനി CFO സുരേഷ് കുമാർ, അതുപോലെ തന്നെ സീനിയർ മാനേജർ ചന്ദ്രശേഖർ, സിസ്റ്റംസ് ചുമതലയുള്ള അഞ്ജു, ഇവർ 3 പേരുമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്ന ഹാജരായത്. 3 പേരുടെയും ചോദ്യം ചെയ്യൽ അവസാനിച്ച് അവർ തിരികെ പോയിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ദിവസത്തോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് തന്നെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ വളരെ പെട്ടെന്ന് ശശിധരൻ കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയത്. അത് അദ്ദേഹം ഹാജരാകാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരുപക്ഷെ നോട്ടീസ് നൽകുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയോ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിലും വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ തെളിവുകൾ അടക്കം, അതായത് ഈ CMRLും അതുപോലെ തന്നെ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള കരാറ്, ഒപ്പം തന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥർ, CMRLന്റെ ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഇന്നലെ ഈ നോട്ടീസ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ശശിധരൻ കർത്ത തീർച്ചയായും EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ അല്ലെങ്കിൽ ഉന്നത സ്ഥലങ്ങളിലുള്ള ആളുകളിലേക്കും ഈ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ഈ കേസിന്റെ അന്വേഷണം എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ 3 പേരുടെ, ഈ കമ്പനിയിലെ 3 പേരുടെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. അവരെയും വീണ്ടും വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഉണ്ട്. ലിബീഷ്, ശരി അശ്വതി, CMRL ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം, ഒരു ദിവസത്തോളം ചോദ്യം ചെയ്തിരിക്കുകയാണ് ED. ഒപ്പം CMRL MD ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ചു. ഇന്ന് അദ്ദേഹത്തോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതുവരെയും എത്തിയിട്ടില്ല. വിവരങ്ങളാണ് AT അശ്വതി നൽകിയത്.